ഈ കവർ കഴിക്കണമെങ്കിൽ കുറച്ച് കഴിയണം. കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കഴിച്ചു കൊടുത്താൽ മതി. ഈ കവർ നമുക്കറിയാൻ കഴിയല്ലോ. വണ്ടിയിൽ ഇവിടെ ഒരു കൊമ്പുണ്ടായി. ഇതിന് കമ്പുകൾ, ഇതിന് 3 കമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 1 2 3 4ാമത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മാവിൻ്റെ തൈയിൽ ഒരു കൊമ്പ് നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചതാണിത്. കണ്ടല്ലോ. ഇതിങ്ങനെ പിടിപ്പിച്ചാൽ പെട്ടെന്ന് നമുക്ക് മാങ്ങ പൂവുണ്ടാവും, പെട്ടെന്ന് മാങ്ങയുണ്ടാവും. നല്ലതുപോലെ നോക്കിയാൽ അല്ലോ. അതങ്ങനത്തെ ഒരു കൊമ്പാണ്, ഇങ്ങനെ പിടിപ്പിച്ചൊരു കൊമ്പാണ്. ഇതൊരു മാവിൻ്റെ തൈ, ഇതൊരു മാവിൻ്റെ തൈ, ഇവിടെ ഒരു മാവിൻ്റെ തൈ. ഇത് 3 എണ്ണം പിടിപ്പിച്ചതാണ് ഒരു കൊമ്പ് മുതൽ. കണ്ടില്ലേ? ഇങ്ങനെ 3 എണ്ണം പിടിപ്പിച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയ മാത്തയ്യാണിത്. കണ്ടല്ലോ. അപ്പോൾ മാവ് പെട്ടെന്ന് പൂവുണ്ടാവും, പെട്ടെന്ന് മാങ്ങി തിന്നാം. ഇതിപ്പോൾ 6-7 മാസമായിട്ടുള്ളൂ ഇതിന്. അല്ലേ? ഇതല്ല ഉറച്ച് ചെയ്ത് ഉണ്ടല്ലോ. സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത്. ഇത് കാണാൻ നല്ല സ്റ്റൈലുണ്ടാവും. ഈ 3 മാവിലാണ് ഒരു മാവ് നിൽക്കുന്നത്. അപ്പോൾ വലുതായാൽ കാണാൻ നല്ല സ്റ്റൈലുണ്ടാവും. അപ്പോൾ മണ്ണിൽ വെക്കരുത്, ഇത് ചട്ടിയിൽ വെക്കണം ഈ മാവ് തൈകൾ. അപ്പോഴേ അതിൻ്റെ സ്റ്റൈല് കിട്ടുള്ളൂ. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അവിടെ കണ്ട് മാത്തൈ, ഈ മാവിൻ്റെ തൈകളൊക്കെ അങ്ങനെ പിടിപ്പിച്ചുണ്ടാക്കിയതാണ്. ഇവിടെ കണ്ട്. അപ്പോൾ എന്നാൽ ശരി, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിന് മരുന്നടിക്കണം. ഏതെങ്കിലും മരുന്ന്, വീര്യം കുറഞ്ഞ മരുന്നടിച്ചു കൊടുത്താൽ ഇത് പുഴുക്കൾ തിന്നണത് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ എന്നാൽ ശരി, കണ്ടല്ലോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക.